കാർഷിക വാർത്തകൾ. വില ഉയർത്തി ഷീറ്റ് സംഭരിച്ച ടയർ നിർമ്മാതാക്കൾ. ആവേശമില്ലാതെ ഏലം വിപണി. തേയില വില ഉയർന്നു. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ശക്തം. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ റബ്ബർ ഷീറ്റ് വരവ് ചുരുങ്ങിയതോടെ മറ്റു മാർഗങ്ങളില്ലാതെ ടയർ നിർമ്മാതാക്കൾ വില ഉയർത്തി ഷീറ്റ് ശേഖരിച്ചു. ഒരാഴ്ചയോളം വില സ്റ്റഡിയായി നീങ്ങിയപ്പോൾ ഉൽപാദകർ ചരക്ക് നീക്കം നിയന്ത്രിച്ചത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. ഇന്ന് ടയർ കമ്പനികളുടെ ആവശ്യാനുസരണം ഷീറ്റ് വിപണികളിൽ എത്താതെ വന്നതോടെ RSS 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 190 രൂപയിൽ നിന്നും 191 രൂപയാക്കി. 5ാം ഗ്രേഡ് റബ്ബർ 158 രൂപയിലും വിപണനം നടന്നു. ലാറ്റക്സ് ഒട്ടുപാൽ വില സ്റ്റഡിയാണ്. പകൽ താപനില ഉയർന്നതോടെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെ കർഷകരും റബ്ബർ വെട്ടിൽ നിന്നും പിന്തിരിഞ്ഞതിനാൽ വരും ദിനങ്ങളിൽ ഷീറ്റ് ലഭ്യത വീണ്ടും കുറയും. ഏലക്ക ലേലത്തിൽ ചരക്ക് വരവ് കുറഞ്ഞിട്ടും വാങ്ങലുകാരിൽ കാര്യമായ ആവേശം ദൃശ്യമായില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് ശക്തമായ ഡിമാൻഡ് നിലവിലുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2836 രൂപയിലും വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3045 രൂപയിലും കൈമാറി. മൊത്തം 9751 കിലോ ഏലയ്ക്ക വന്നതിൽ 5451 കിലോ ലേലം നടന്നു. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും തേയില ലേല കേന്ദ്രങ്ങളിൽ ചരക്ക് വരവ് കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിൽ തോട്ടങ്ങളിൽ കൊളുന്തുന്നുള്ള് സജീവമല്ല. ഇനി കാലവർഷത്തിന്റെ വരവോടെ മാത്രമേ തോട്ടമേഖല സജീവമാകൂ. ഇതിനിടയിൽ വേനൽമഴ അനുഭവപ്പെട്ടാൽ ചെറുകിട കർഷകർ തോട്ടങ്ങളിൽ പിടിമുറുക്കും. വിവിധ ലേല കേന്ദ്രങ്ങളിൽ ഇലാപ്പൊടി ഇനങ്ങളുടെ വരവ് കുറഞ്ഞത് കയറ്റുമതിക്കാരെയും ആഭ്യന്തര പാക്കറ്റ് നിർമ്മാതാക്കളെയും വിലയുയർത്തി ലേലത്തിൽ ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നു. മില്ലുകാർ സംഘടിതരായി വെളിച്ചെണ്ണ വില ഉയർത്താൻ ഉത്സാഹിക്കുന്നുണ്ടെങ്കിലും കൊപ്ര വില വർദ്ധിപ്പിക്കാൻ വ്യവസായികൾ തയ്യാറാവുന്നില്ല. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യൻ ഇറച്ചിക്കോഴി വ്യവസായത്തിന്റെ പ്രവർത്തന ലാഭത്തിൽ ഇടിവുണ്ടായേക്കുമെന്ന ക്രിസിൽ. ശക്തമായ ഡിമാൻഡ് 8 മുതൽ 10% വരെ വരുമാന വളർച്ചയിലേക്ക് നയിക്കുമ്പോഴും തീറ്റ ചെലവിലെ വർധനവ് പ്രതിസന്ധിയാവും. മിതമായ മൂലധന ചെലവ്, കടം കൂട്ടിച്ചേർക്കൽ, ആരോഗ്യകരമായ ശേഖരണം എന്നിവയില്ലാത്തതിനാൽ പൗൾട്രി കമ്പനികളുടെ ക്രെഡിറ്റ് പ്രൊഫൈലുകൾ സ്ഥിരമായി തുടരുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം 10,000 കോടി രൂപ വരുമാനമുണ്ടാക്കിയ കോഴി വളർത്തൽ കമ്പനികളുടെ അവലോകനത്തിൽ നിന്നാണ് ഈ കണ്ടെത്തൽ. അനുകൂലമായ ഇൻപുട്ട് ചെലവുകൾ മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും വ്യവസായ മാർജിൻ മെച്ചപ്പെട്ടു. അടുത്ത സാമ്പത്തിക വർഷം ചോളം, സോയാ തീറ്റ എന്നിവയുടെ വിലയിൽ വർധന ഉണ്ടായേക്കുമെന്ന ധാരണയിൽ ലാഭം കുറയുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ലാഭത്തിൽ കുറവുണ്ടായിട്ടും അടുത്ത സാമ്പത്തിക വർഷം കോഴി വളർത്തൽ കമ്പനികളുടെ വരുമാനം 8 മുതൽ 10% വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ക്രിസിൽ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയിൽ കുതിപ്പ്. 2 മാസം കൊണ്ട് ലിറ്ററിന് 130 രൂപയുടെ വർധന. വേനൽ കടുത്തതോടെ നാളികേര വിപണി ശക്തി പ്രാപിച്ചു തുടങ്ങി. ഇത് വെളിച്ചെണ്ണ വിലയിലും പ്രതിഫലിച്ചു. വിവിധ ബ്രാൻഡിന് വിവിധ വിലയാണ് സംസ്ഥാനത്തുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ വില ഉയർന്നു നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. വെളിച്ചെണ്ണയും കൊപ്ര വിലയും കുതിപ്പിലാണ്. പുതിയ സ്റ്റോക്ക് വരുന്നതോടെ വെളിച്ചെണ്ണ വില 300 മുതൽ 310 രൂപ വരെ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വില ഉയരുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ വിപണിയിലേക്ക് കായംകം വെളിച്ചെണ്ണ എത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവുമധികം എണ്ണമില്ലുകൾ പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിലെ തിരുപ്പൂരിന് സമീപമുള്ള കായംകത്തു നിന്നാണ് ഇതെത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമവും സാമ്പിൾ പരിശോധനയുമൊക്കെ ഉണ്ടെങ്കിലും മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നുണ്ടെന്ന് വ്യാപകമായി പരാതിയുമുണ്ട്. പ്രമുഖ ബാൻഡുകൾക്ക് സ്വന്തമായി മില്ലും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് കായംകം വെളിച്ചെണ്ണയെ ആശ്രയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഗോതമ്പിന്റെ സ്റ്റോക്ക് പരിധി കുറച്ച കേന്ദ്രം. ഉയർന്ന താപനില വരാനിരിക്കുന്ന റാബി വിളവെടുപ്പിന്റെ ഉൽപാദനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചതാണ് നടപടിക്ക് കാരണമായത്. വിലസ്ഥിരത നിലനിൽക്കുന്നതിനാൽ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ടാണ് സ്റ്റോക്ക് പരിധി സംബന്ധിച്ച പുതിയ ഉത്തരവ് കേന്ദ്രം പുറപ്പെടുവിച്ചത്. മൊത്തക്കച്ചവടക്കാരുടെ സ്റ്റോക്ക് പരിധി 75% കുറച്ചു. അതേസമയം ചില്ലറ വ്യാപാരികളുടെയും വൻകിട റീറ്റെയിൽ ശൃംഖലകൾക്കും സ്റ്റോക്ക് പരിധി 20% കുറച്ചു. വ്യാപാരികൾക്ക് പരമാവധി അളവ് 75% കുറച്ചുകൊണ്ട് നേരത്തെ 1000 ടണ്ണിൽ നിന്ന് 250 ടണ്ണായി കുറച്ചു. 250 ടണ്ണിൽ കൂടുതലുള്ള അധിക സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം പാലിക്കാൻ വ്യാപാരികൾക്ക് 15 ദിവസത്തെ സമയം നൽകിയിട്ടുള്ളതിനാൽ മാർച്ച് 31 വരെയുള്ള ഉത്തരവിന്റെ സാധുത മാർച്ച് 5 ശേഷം മാത്രമേ നടപ്പിലാക്കാൻ അനുവദിക്കൂ. രാജ്യത്തിന്റെ മൊത്തം ഭക്ഷ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനും പൂഴ്ത്തിവയ്പും അശാസ്ത്രീയമായ ഊഹാപോഹങ്ങളും തടയുന്നതിനുമാണ് കേന്ദ്രം ഗോതമ്പിന് പരിധി ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിൽ അനധികൃത പുകയില കർഷകർക്ക് ഇനി ആശ്വസിക്കാം. രജിസ്ട്രേഷൻ ഇല്ലാത്ത കർഷകരുടെ പുകയില വിളകൾ ലേല കേന്ദ്രങ്ങളിലൂടെ ഇനി വിൽക്കാനാകും.
2024-25 സീസണിൽ കർണാടകയിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അനധികൃത പുകയില ലേല കേന്ദ്രങ്ങളിലൂടെ വാങ്ങാൻ രജിസ്റ്റർ ചെയ്ത വ്യാപാരികളെയും ഡീലർമാരെയും അനുവദിക്കുന്നതാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. ബാധകമായ സാധാരണ സേവന നിരക്കുകൾ അടച്ചതിനു ശേഷമാണ് ലേലത്തിന് അനുമതി നൽകുക. അനധികൃതമായി പുകയില ഉൽപ്പാദിപ്പിച്ച 12,000-ഓളം കർഷകർക്ക് ഈ നീക്കം സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് കർണാടക വിർജീനിയ ടൊബാക്കോ ഗ്രോവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി വിക്രം ഉർസ് പറഞ്ഞു. മുൻവർഷത്തെ ശരാശരി വിലയായ 256 രൂപ 15 പൈസയെ അപേക്ഷിച്ച് നിലവിലെ ലേലത്തിൽ കിലോയ്ക്ക് 267 രൂപ 72 രൂപ എന്ന ശരാശരി വില കർഷകർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉർസ് പറയുന്നു. അനധികൃത ഉൽപാദനം ഉൾപ്പെടെ കർണാടകയിലെ മൊത്തം പുകയില ഉൽപാദനം ഇതോടെ ഏകദേശം 93.10 ദശലക്ഷം കിലോഗ്രാം ആണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓർത്തഡോക്സ് തേയിലയുടെ വില ഉയർന്നു. കൊച്ചി തേയില ലേലത്തിൽ വരവ് കുറഞ്ഞതും കയറ്റുമതി ആവശ്യകത വർദ്ധിച്ചതുമാണ് വില വർദ്ധിപ്പിച്ചത്. വിൽപ്പനയ്ക്കെത്തിയ ഓർത്തഡോക്സ് തേയിലയിൽ 93% വിറ്റഴിച്ചു. മിഡിൽ ഈസ്റ്റിലേക്കും CIS രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കാർ സജീവമായിരുന്നു. ഉയർന്ന പ്രദേശങ്ങളിലെ വാങ്ങലുകാരിൽ നിന്ന് ഡിമാൻഡ് പ്രകടമായിരുന്നു. മുഴുവൻ ഇലയുടെയും വിപണി കൂടുതൽ വിലയേറിയതായിരുന്നു. എന്നാൽ നുറുക്കിലയുടെ വിൽപ്പന കുറയുകയാണ് ചെയ്തത്. CTC പൊടി വിപണിയിൽ 1 മുതൽ 2 രൂപ വരെ ഇടിവുണ്ടായി. 79% മാത്രമാണ് വിറ്റഴിക്കാനായത്. വേനൽക്കാലത്തിന് മുൻപുള്ള മഴയിൽ കുറവുണ്ടായത് വിളവ് കുറയാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 136, ജാതിക്ക 400, ജാതിപത്രി 2200 മുതൽ 2500 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 700, കുരുമുളക് ഗാർബിൾ 67,200, കുരുമുളക് അൺഗാർബിൾ 65,200, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 22,300, കൊപ്ര 17,400, ചുക്ക് 22,500. ഇനിയൊരു ഇടവേള.